സ്കൂട്ടേഴ്സിലും ബൈക്കിലും പൊതുവെ നമ്മൾ 3 ടൈപ്പ് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 4LB സ്കൂട്ടേഴ്സിന് മാത്രമാണ് 4LB യൂസ് ചെയ്യാറുള്ളത്. പുതിയ BS6 വണ്ടിയിലാണ് ഞാൻ പറയുന്നത്. പിന്നെ 5LB ആണെങ്കിൽ ബൈക്കിലാണ് ഉപയോഗിക്കുന്നത്. ബൈക്കിൽ നമ്മുടെ യൂണിക്കോൺ അങ്ങനെയുള്ള വാഹനങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ 6LB എന്ന് പറയുന്നത് നമ്മുടെ ബൈക്കിലും സ്കൂട്ടേഴ്സിലും ഉപയോഗിക്കാറുണ്ട്. അപ്പം 3 ടൈപ്പ് ബാറ്ററിയാണ് നമ്മളുടെ ടൈപ്പിൽ ഉപയോഗിക്കാറുള്ളത് പൊതുവെ. അപ്പോൾ ബാറ്ററിക്ക് പൊതുവെ ഒരു വാറണ്ടി കാണും. വാറണ്ടി ഇപ്പോൾ 2 ഇയർ ആണെങ്കിൽ 1 ഇയർ ഫുള്ള് നമുക്ക് എപ്പോഴും 1 ഇയറിനകത്ത് എത്ര വട്ടം വേണമെങ്കിലും നമുക്ക് വാറണ്ടിയിൽ ക്ലെയിം ചെയ്യാൻ പറ്റും. അതിന് ശേഷമുള്ള പിന്നുള്ളത് 1 വർഷത്തിന് ശേഷമാണെങ്കിൽ നമ്മൾ ഇതിനൊരു ഡിപ്രിസിയേഷൻ എമൗണ്ട് കാണും. എത്ര നാൾ ഉപയോഗിച്ചു, അതിന് ശേഷം എത്ര എമൗണ്ട് വരും, ആ ഒരു എമൗണ്ട് നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ ബാറ്ററി ആയിരിക്കും വരുന്നത്. അപ്പോൾ അതാണ് പൊതുവെ ബാറ്ററിക്കുള്ള വാറണ്ടി വരുന്നത്. അപ്പം ഡീലർഷിപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ചെക്ക് ചെയ്യുന്നതിന് ഇപ്പോൾ ചെക്ക് ചെയ്യുന്ന ഒരു മെഷീൻ തന്നെ ഉണ്ട്, ടൂൾ തന്നെ ഉണ്ട്. ആ ടൂൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബാറ്ററി ഡെഡ് ആണോ, അത് ബാറ്ററി ചാർജ് കുറവാണോ, അപ്പോൾ എന്താണ് കണ്ടീഷൻ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ബാറ്ററിയുടെ എന്ത് വാറണ്ടി ഇഷ്യൂ ഉണ്ടെങ്കിലും നമുക്ക് അടുത്തുള്ള ഡീലർഷിപ്പിൽ പോകണം. കാരണം വെച്ചാൽ ഡീലർഷിപ്പിൽ അതിൻ്റെതായ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും കാണും. അപ്പോൾ നമുക്കത് കൊണ്ടുചെന്നാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പൊതുവേ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ഒരാളുടെ ഒരു ഇതിൽ ചെയ്യുന്നതായിരിക്കും നമ്മളെപ്പോഴും നല്ലത്. അപ്പം പുതിയ ആൾക്കാർ സ്റ്റാർട്ടിങ് നമ്മൾ തന്നെ ഉടനെ ബാറ്ററിക്ക് മാറും. അപ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ കൊണ്ടായിരിക്കും ആ ബാറ്ററി കംപ്ലൈൻ്റ് ആവുന്നത്. ആക്ച്വലി ആ ബാറ്ററിയുടെ പ്രശ്നം എന്തുകൊണ്ടാണ് കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നത് ആരും നോക്കുന്നില്ല. അപ്പം അങ്ങനെ എന്ത് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ അടുത്തുള്ള ഡീലർഷിപ്പായിട്ട് തന്നെ സമീപിച്ച് ആ കംപ്ലയിൻറ്റ്സ് പരിഹരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്.